ശബരിമലയിലെ ദർശന രീതിയിൽ ഒരു മാറ്റത്തിന് സാധ്യതയൊരുങ്ങുന്നു. എരുമേലി പരമ്പരാഗത കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാർക്ക് ദർശനം നടത്താൻ വരി നിൽക്കാതെ ദർശനം നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. എരുമേലിയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും. ഈ തീർത്ഥാടന കാലത്ത് തന്നെ തീരുമാനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേൾക്കാം. പരമ്പരാഗത കാനന പാത വഴി വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു ആശ്വാസ തീരുമാനം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ദേവസ്വം പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. അയ്യപ്പന്മാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എങ്ങനെയായിരിക്കും അതിന്റെ ക്രമീകരണങ്ങൾ? ഇന്നലെ ഇവിടെ നമ്മുടെ ADMന്റെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു മീറ്റിംഗ് നടന്നു. അതിൽ ഉയർന്ന ഒരു നിർദ്ദേശമാണിത്. അതായത് നമുക്ക് എരുമേലി വഴി വരുന്നവർ 18 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ഈ പുല്ലുമേടി വഴി വരുന്നവർ 38 കിലോമീറ്റർ നടന്നാണ് സന്നിധാനത്തെത്തുന്നത്. മറ്റൊരു എരുമേലി വഴി പമ്പയിലാണ് എത്തുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഇത്രയും വനത്തിൽ കൂടി നടന്നു വരുന്നവർക്കൊരു പരിഗണന വേണം എന്നുള്ള നിർദ്ദേശം വന്നു. വനം വകുപ്പുമായി കൂടി ആലോചിച്ചുകൊണ്ട് എരുമേലിയിൽ നിന്ന് വരുന്നവർക്കും ഈ പുല്ലുമേടി വഴി വരുന്നവർക്കും വനം വകുപ്പ് തന്നെ ഒരു പ്രത്യേക ടാഗ് കൊടുത്ത് പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ശരംകുത്തിയിൽ മരക്കൂട്ടത്ത് വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി അവരെ നടപ്പന്തലിലേക്ക് കൊണ്ടുവന്ന് ഈ പുല്ലുമേട്ടിൽ നിന്ന് വരുന്നവരെയും ഇവരെയും കൂടി ഒരു പ്രത്യേക സംവിധാനമാക്കി മാറ്റി ഭഗവാന്റെ മുന്നിൽ ദർശനം കൊടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് വനം വകുപ്പുമായി കൂടി ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കുവാനുള്ളൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഈ തീർത്ഥാടന കാലത്ത് തന്നെ തീരുമാനം ഉണ്ടാവും ആകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് ADMന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അത് ADMന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി കൂടി ആലോചിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന അയ്യപ്പന്മാർക്ക് നടപ്പന്തലിൽ ക്യൂ ഉണ്ടാവും അതോ നേരിട്ട് 18-ാം പടി? അത് പോലീസുമായി കൂടി, കാരണം ക്രൗഡ് മാനേജ്മെന്റ് പോലീസിന്റെ കൂടി വിഷയമാണല്ലോ. പോലീസ് കൂടി ആയി ആലോചിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കും. ഈ ഭക്തർക്ക് പാസ് നൽകുന്നത് എരുമേലിയിൽ വെച്ചാണോ അതോ അഴുത ആ ഭാഗത്ത് വെച്ചാണോ? അല്ല, അത് വനം വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇവിടെ വെച്ച് ടാഗ് കൊടുക്കണം, അതിന് സൗകര്യമൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് വനം വകുപ്പിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഈ നടപ്പന്തലിൽ വന്നിട്ട് എങ്ങനെ ക്രമീകരണം ഉണ്ടാക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പോലീസുമായി കൂടി നമ്മൾ ആലോചിക്കും. എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള തീരുമാനം. തീർച്ചയായിട്ടും വലിയ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷനിലായിരുന്നു. അതിനൊരു സൊല്യൂഷൻ ഇന്നലെ നടന്ന ADMന്റെ നേതൃത്വത്തിലുള്ള മീറ്റിംഗിൽ ആയി എന്നുള്ളതാണ്. എന്തായാലും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള തീരുമാനമാണ്. 50 കിലോമീറ്ററോളം സഞ്ചരിച്ചു വരുന്ന അയ്യപ്പൻ ഭക്തർക്ക് ഇവിടെ പ്രത്യേക ക്യൂ അനുവദിച്ചുകൊണ്ട് അയ്യപ്പനെ ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം, പെട്ടെന്ന് ദർശനം സാധ്യമാകുമെന്ന് കരുതി ഈ കാനനപാത തിരഞ്ഞെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നല്ല കിലോമീറ്ററുകളോളം നടക്കണം. അത്യാവശ്യം ദുർഘടമായ പാതയാണ്. അപ്പോൾ അത് അവരനുഭവിക്കുന്ന അത്രയും ഒരു വിഷമത്തിന് അല്ലെങ്കിൽ കഠിനമായതുകൊണ്ട് ആ ദർശനം ഒന്ന് എളുപ്പമാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ആ വഴി പോയി പെട്ടെന്ന് ദർശനം കിട്ടാമെന്ന് വിചാരിക്കേണ്ട.